MSTasteTouchിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊട്ടുവെള്ളരിയും കരിക്കും കൊണ്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. ഇതിനായിട്ട് ഒരു പൊട്ടുവെള്ളരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പൊട്ടിയിട്ടില്ല. കുറച്ച് വെള്ളമൊന്ന് തളിച്ചു വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പൊട്ടിക്കിട്ടും. നന്നായി പൊട്ടിയ വെള്ളരി കൊണ്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കണം. ഒരു കരിക്കും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുരുവും തൊലിയുമെല്ലാം കളഞ്ഞെടുക്കാം. കരിക്ക് പൊട്ടിച്ച് വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലെ കഴമ്പും കൂടി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ കുറച്ച് മൂത്ത കരിക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇളം കരിക്കാണ് ഇതിന് കൂടുതൽ നല്ലത്. ഇതിൻ്റെ കഴമ്പും വെള്ളവുമെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. കുറച്ച് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ഈ ജാറിലേക്ക് കരിക്കിൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് പൊട്ടുവെള്ളരി ചേർത്ത് കൊടുക്കാം. ഞാൻ നാടൻ രീതിയിലുള്ള ഒരു പൊട്ടുവെള്ളരി ജ്യൂസിന്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് മുകളിൽ കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഏലക്കാപ്പൊടി കുറച്ച് ചേർത്താൽ മതി. പൊട്ടുവെള്ളരിയുടെ ഫ്ലേവർ തന്നെയായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതൊന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ജ്യൂസ് ഒഴിക്കാം. നമ്മൾ മാറ്റിവെച്ച കരിക്കിന്റെ കഷ്ണങ്ങൾ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും കാഷ്നട്ട്സും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ രുചികരമായ പൊട്ടുവെള്ളരി കരിക്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.